വയനാട് ചൂരൽമലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകിയതെന്ന് മദ്യനിരോധന സമിതി പ്രസിഡന്റ് എ.കെ. സുൽത്താൻ. കേരളത്തിൽ മദ്യമൊഴുക്കാനായി സർക്കാർ പഞ്ചായത്തീരാജ് ചട്ടം അട്ടിമറിച്ചെന്നും സുൽത്താൻ വാർത്താസമ്മേളനത്തിൽ വടക്കേ ഇന്ത്യയിലെ മദ്യ അഴിമതി നടത്തിയ കമ്പനിയാണ്. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എഥനോൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ കമ്പനി ഉപയോഗിച്ചെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് 1ാം വർഷത്തിൽ മദ്യം ഉത്പാദിപ്പിക്കുന്നതിനും 2ാം വർഷത്തിൽ എഥനോൾ ഉത്പാദിപ്പിക്കുന്നതിനും തുടങ്ങിയിട്ടുള്ള പരിപാടിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം പോലും ഉത്പാദിപ്പിക്കില്ലെന്നാണ്, ഒരു ബാറിനും ഒരു ലൈസൻസും കൊടുക്കില്ലെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പൊ 836 ബാറുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യമായിട്ട് ഈ സർക്കാർ ജനവഞ്ചന നടത്തിയത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിനെ ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനവഞ്ചന നടത്തിയത്. പഞ്ചായത്ത് രാജ് ബില്ലിലെ 232-ാം വകുപ്പും നഗരപാലിക നിയമത്തിലെ 447-ാം വകുപ്പും ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് UDF-ന്റെ ആണെങ്കിലും ആ UDF-ന്റെ ഇന്നലെ പ്രമേയം അവിടെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു നിയമം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു പ്രദേശത്ത് പഞ്ചായത്ത് പ്രദേശത്ത് മുനിസിപ്പൽ പ്രദേശം മദ്യശാലകൾ വേണോ വേണ്ടോ തീരുമാനിക്കുന്ന പ്രാദേശിക മദ്യനിരോധന അധികാരമാണ് സർക്കാർ ആദ്യം എടുത്തു കളഞ്ഞത്. അതുപോലെ തന്നെ ബാറുകൾക്ക് ഉണ്ടായിരുന്നത് 10 മണി വരെ ഉള്ളത് 11 മണി വരെ നീട്ടി. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗങ്ങളും നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്നും 50 മീറ്റർ എന്നുള്ളത് 200 മീറ്റർ വരെ ആക്കി. ജില്ലാ റോഡുകള് നാഷണൽ ഹൈവേ റോഡുകൾ മുഴുവൻ ജില്ലാ റോഡുകളാക്കി മാറ്റി മദ്യശാലകൾക്ക് അനുവാദം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മദ്യനയം തിരുത്തി കൊടുക്കുന്നതിന് ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ ഈ കൊടുംവഞ്ചന കാണിച്ചിട്ടുള്ളത്. കേരളത്തിൽ മദ്യം ഒഴുക്കില്ലെന്നും മദ്യശാലകൾക്ക് അനുമതി നൽകില്ലെന്നും പറഞ്ഞ LDF-ന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 29 ബാർ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ LDF 836 ബാറുകൾക്കാണ് അനുമതി നൽകിയത്. മദ്യമുതലാളിമാർക്ക് വേണ്ടി ഗതാഗത നിയമത്തിലുൾപ്പെടെ സർക്കാർ മാറ്റമുണ്ടാക്കി. ഒയാസിസ് കമ്പനി അനുമതി ലഭിക്കാനായി നൽകിയ അപേക്ഷകളിലും അടിമുടി ദുരൂഹതയാണ്. വരൾച്ച ബാധിത പ്രദേശമായ എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും മദ്യക്കമ്പനിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും സുൽത്താൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് മാണി പറമ്പത്ത്, K. അബൂബക്കർ, PB ശ്രീനാഥ് കടമ്പഴിപ്പുറം, അബ്ദുൽ ഖുദ്ദൂസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.